ഹായ് ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സ്, ഞാൻ ദിനേശ് പ്രഭാകർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചേർത്തലയിലാണ്. വിഷ്ണു പ്രസാദ് സംവിധാനം ചെയ്യുന്ന ബീവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറയുന്ന പടത്തിൻ്റെ സെറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൽ ശ്രീനാഥ് ബാസി, ശേഖർ മേനോൻ, സിജു, സഞ്ജു, കുറേ പേര് അഭിനയിക്കുന്നുണ്ട്. മനോജ് കെ ജയൻ്റെ ഒപ്പമാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സ്വാമി എന്നാണ്. കഥയിൽ ഒരു നിർണായക ഘട്ടത്തിൽ വന്നു ചേരുന്ന മനോജ് കെ ജയൻ്റെ ക്യാരക്ടറിനൊപ്പമുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ. എൻ്റെ കഴിഞ്ഞ ഫിലിം 1983 കണ്ട് ധാരാളം എനിക്ക് അഭിനന്ദന ഫോൺ കോളുകളും ഇമെയിൽ സന്ദേശങ്ങളെല്ലാം ലഭിക്കുകയുണ്ടായി. ഞാൻ അതിൽ ഹാപ്പിയാണ്. പിന്നെ ഈ ചിത്രമാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി പുറത്തിറങ്ങാനുള്ള ചിത്രം എന്ന് പറയുന്നത് ദുൽഖർ സൽമാനും നസ്രിയയും അഭിനയിച്ച സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന ചിത്രമാണ്. മണിയമ്പിൾ രാജ് ചേട്ടനും ഞാനും എല്ലാവരും ആ ചിത്രത്തിലുണ്ട്. നല്ലൊരു ചിത്രമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എക്സാം എല്ലാം കഴിഞ്ഞ് മാർച്ച് 27 അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ റിലീസാവും. ഇതാണ് എൻ്റെ സിനിമാ വിശേഷങ്ങൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹലോ ഇന്ത്യ ഗ്ലിറ്റ്സ്. എൻ്റെ പേര്, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എൻ്റെ പേര് ജോസഫ്. ഞാൻ ഈ ഒരു സിനിമയിൽ ബീവെയർ ഓഫ് ദി ഡോഗ്സ് എന്ന് പറയുന്ന പടത്തിൽ അഭിനയിക്കുന്നു. ഒരു ഡോക്ടർ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കോമഡി സബ്ജക്റ്റാണിത്. ഇതിൽ ഹീറോ ചെയ്യുന്ന മനോജ് കെ ജയന് ഒരു ആക്സിഡൻറ്റിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറായിട്ടാണ് ഞാൻ എല്ലാം അഭിനയിക്കുന്നത്. എനിക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണിത്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് 2 പടങ്ങൾ കൂടി ബി ഉണ്ണികൃഷ്ണൻ്റെ വേറെ 2 പടം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇനി റിലീസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു. പുതിയതായിട്ട് കമ്മിറ്റ് ചെയ്ത് ഓൾറെഡി ഇനി റിലീസാകാനുള്ള തിയേറ്റർ വിൽക്കാനുണ്ട്. പിന്നെ ലോങ് സൈറ്റ്, ബി ഉണ്ണികൃഷ്ണൻ്റെ മിസ്റ്റർ ഫ്രോഡ്, പിന്നെ ഈ പടം, ഈ 4 പടങ്ങളാണ് ഇനി റിലീസാകാനുള്ള ചിത്രം. ഞാൻ ബീവെയർ ഓഫ് ഡോഗ്സ് മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഡയറക്ടർ നവാഗതനാണ്, വിഷ്ണു പ്രസാദ് എന്നാണ് ഡയറക്ടറുടെ പേര്. പിന്നെ ഒരു താരനിര തന്നെ ഇതിലുണ്ട്. മനോജ് കെ ജയന്, ശ്രീനാഥ് ബാസി, ശേഖർ മേനോൻ, ദിനേശ് പണിക്കർ. അത് നല്ലൊരു സബ്ജക്റ്റാണിത്. ഇതിൻ്റെ ഇതിവൃത്തം അങ്ങനെ ഇപ്പം ചേർത്തലയ്ക്ക് അടുത്ത് തിരുവിഴയിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ ശ്രീനാഥ് ബാസിയുടെ ലവറുണ്ട്. ആ കുട്ടിയുടെ അച്ഛനായിട്ടാണ് ഞാനിതിൽ വേഷം ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. ഇതുവരെ എന്നെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന എൻ്റെ പ്രേക്ഷകർ, ഞാൻ തട്ടത്തിൻ മറയത്ത്, വിനയത്താണ്ടി വരവായ, ഇപ്പം ഹാപ്പി ജേർണി എല്ലാം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇനി ഇറങ്ങാനുണ്ട്, ഒന്നും മിണ്ടാതെ ഇറങ്ങാണ്ട്. എല്ലാ പ്രേക്ഷകരും ഈ ഒരു മൂവി കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഈ ഒന്നൊരു അപേക്ഷ എനിക്കുണ്ട്.